യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, യേശുവേ നന്ദി. എൻ്റെ പേര് മിനി. ഞാൻ കൂനുമുച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു 6 മാസം മുന്നാണ് ആദ്യമായിട്ട് ഇവിടെ ധ്യാനകേന്ദ്രത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് വെഞ്ചിരിച്ച തേനും അന്നാവെള്ളം ഒക്കെ കൊണ്ടുപോയിരുന്നു. ഞാൻ ഒരു നഴ്സറി ടീച്ചറാണ്. കുട്ടികളുടെ അടുത്ത് നല്ല ശബ്ദത്തിൽ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്താലാണ് നമുക്ക് ക്ലാസ് അടക്കിയിരുത്താൻ പറ്റുക, തീരെ ചെറിയ കുട്ടികളായ കാരണം. അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് തൊണ്ട അടച്ചിൽ ഒരു പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി അന്നാവെള്ളം കുടിച്ചു. അപ്പോൾ എനിക്ക് തൊണ്ടയിൽ നിന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് നീങ്ങുന്ന പോലെ തോന്നി. പിന്നീട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അന്ന് ഞാനിവിടെ വന്നപ്പോൾ കൗൺസിലിംഗ് കൂടിയിരുന്നു. 90 ദിവസം ജപമാല, അത്ഭുത ജപമാല കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു, അതല്ലാതെ ലൈവായിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ലൈവായിട്ട് കാണുമ്പോൾ 23/9/2025 ചൊവ്വാഴ്ചയിലത്തെ അത്ഭുത ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, നേർച്ച നേർന്നിട്ട് നിറവേറ്റാത്ത ഇന്ന് ഉദരസംബന്ധമായ രോഗപീഠ അനുഭവിക്കുന്ന മിനി എന്ന മകളോട് നീ നേർന്ന നേർച്ച എത്രയും പെട്ടെന്ന് നിറവേറ്റണം. ഇനി പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പോയി വേഗം കുമ്പസാരിക്കണമെന്ന് എടുത്തു പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് നാളായിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, ചെറിയ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ സീരിയസ് അങ്ങനെ എടുക്കാറില്ല. ഭയങ്കര ബുദ്ധിമുട്ടായാലും മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷെ കുറേ നാളായിട്ട് ഉണ്ട് എനിക്ക്. പിന്നീട് ജോലി സ്ഥലത്ത് ലീവ് എടുക്കേണ്ട അവസ്ഥയായി. നെഞ്ചരിച്ചിലും വയർ വന്ന് വീർക്കലും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഒരു ദിവസം ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു, കാരണം 9 മാസം പൂർണ്ണ ഗർഭിണി അങ്ങനെ നിൽക്കും, അതേപോലെ വയർ വന്ന് വീർത്തിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു, ടീച്ചർ എന്തായാലും ഡോക്ടറെ കാണിക്കട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ഈ ജപമാല ഇത് കണ്ടത്. അത് കേട്ട വശം അത് എനിക്കുള്ള സന്ദേശമായിട്ട് എനിക്ക് മനസ്സിൽ തട്ടി. മുന്നേ എന്തിനാ നേർച്ച പറയും? ഞാൻ ഒരു 7-8 വർഷം മുന്നാണ് ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ 5 ദിവസത്തെ ധ്യാനം കൂടാൻ പോയപ്പോൾ വൈദികരാവാൻ പഠിക്കുന്ന കുട്ടികൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട്, പഠന സഹായത്തിന് വേണ്ടിയിട്ട് പറ്റുന്നവർ സഹായം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ പേരും കൊടുത്തിരുന്നു. ഞാനത് ധ്യാനം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അടുത്ത വർഷത്തേക്ക് ഞാൻ ചെയ്യാം, എനിക്കൊരു ചെറിയൊരു പൈസ കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് കിട്ടിയപ്പോൾ ഞാൻ ചെയ്തില്ല, ഞാനത് വിട്ടുപോയി. പിന്നീട് ഞാനത് ഓർത്തു. പക്ഷെ ഇതിങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ അതെന്ത് എനിക്കുള്ളൊരു സന്ദേശമായിട്ട് അപ്പോഴാണ് ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഇതങ്ങനെ നേർന്ന കാര്യം തന്നെ ഓർത്തതും അപ്പം തന്നെ ഞാൻ കരയുകയും ചെയ്തു. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരുന്നില്ല. അപ്പം ഞാനത് അച്ഛൻ തീർച്ചയായിട്ടും എടുത്ത് പറഞ്ഞു, അങ്ങനെ സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കുമ്പസാരിക്കാൻ പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ കുമ്പസാരിച്ചു. അതിനുശേഷം എനിക്ക് കുമ്പസാരത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് പതുക്കെ ഗ്യാസിന്റെ പ്രശ്നം പോയി. ഡോക്ടറെ കാണിക്കേണ്ടി വന്നില്ല. പിന്നീട് അത് വന്നിട്ടുമില്ല. അല്ല 9-ാം മാസമല്ലേ വിളിച്ച് പറഞ്ഞു. അതിനുശേഷം പിന്നെ വന്നിട്ടില്ല. നല്ലൊരു കൈയൊടി കടത്തേം കണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലേ? വലിയൊരു വചന പ്രഘോഷണം, അല്ലെങ്കിൽ 5 ദിവസത്തെ ധ്യാനത്തേക്കാൾ വലുതാണ് ഒരു സാക്ഷി എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ, ഈ ഒറ്റ സാക്ഷ്യം മതി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് പറയും ഈ സഹോദരിയുടെ ജീവിത സാക്ഷ്യത്തിലൂടെ. ഒരെണ്ണം കൂടി എനിക്ക് കിട്ടി. അതായത് ഭയങ്കര ചുമയായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറെ കണ്ടു. ഒരാഴ്ച മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് മാറിയില്ല. വീണ്ടും കാണിച്ചു. പിന്നെയും മരുന്ന് കഴിച്ചു, മാറണില്ല. അപ്പോൾ 3ാമത്തെ ട്രിപ്പ് കാണിക്കേണ്ട അവസ്ഥയാണ്. കാരണം കുത്തി ചുമ അത് വന്നു കഴിഞ്ഞ് കുറച്ച് സമയം ഉണ്ടാവും. പിന്നെ തൊണ്ടയിലൊക്കെ ഭയങ്കര പുകച്ചിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഡോക്ടറെ കാണിച്ചിട്ട് മാറാണ്ടായപ്പോൾ പിന്നെ എനിക്ക് തോന്നി തേനും മറ്റേ അന്നാവെള്ളം കുടിച്ചെങ്കിലോ എല്ലാവരും ഇങ്ങനെ സാക്ഷ്യം പറയണ്ടല്ലോ, അപ്പോൾ ഞാനൊന്ന് കുടിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് ഞാനത് 2 ദിവസം കഴിച്ചു. പിന്നെ എനിക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നില്ല. അത് തൊണ്ടവേനും പുകച്ചിലും കുത്തിയുള്ള ചുമയൊക്കെ മാറി. എനിക്ക് ഇത്രയും നല്ല